പാടുന്നു ഞാൻ ആടുന്നു ഞാൻ സന്തോഷത്തിൻ നീണം. I am the best. Oh 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 oh. I am the best. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞു തരാനാ. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമുള്ള മിടുക്കന്മാരും മിടുക്കികളുമാക്കി മാറ്റുന്ന ഒരു വലിയ രഹസ്യം. അതെന്താണെന്നറിയാമോ? അതാണ് സത്യസന്ധത അഥവാ ഹോണസ്റ്റി. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല ശീലം. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഇനി എന്താണ് ഈ സത്യസന്ധത? നമ്മൾ പറയുന്ന കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും എപ്പോഴും സത്യം മാത്രം പറയുകയും സത്യം മാത്രം ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. ഒരു തെറ്റ് പറ്റിയാല് നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, അല്ലേ? നമുക്ക് തെറ്റുകൾ പറ്റാം. പക്ഷെ തെറ്റ് പറ്റിയാലും അത് തുറന്ന് സമ്മതിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മളും സത്യസന്ധരായി തീരും. ഒരു കൊച്ചു കഥ ടീച്ചർ നിങ്ങൾക്കായി പറഞ്ഞു തരട്ടെ. നിങ്ങളെ പോലെ മിടുമിടുക്കനായ ഒരു കുട്ടിയായിരുന്നു കുട്ടു. ഒരു ദിവസം കുട്ടു തന്റെ വീടിനകത്ത് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അറിയാതെ പന്ത് തട്ടി മേശപ്പുറത്തിരുന്ന ഒരു ഫ്ലവർ വേസ് താഴെ വീണ് പൊട്ടിപ്പോയി. കുട്ടു ചുറ്റും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. കുട്ടുവിന് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കാമായിരുന്നു. എനിക്കറിയില്ലാന്നോ, പൂച്ച തട്ടിയിട്ടതായിരിക്കുമെന്നോ, കാറ്റടിച്ചു വീണതായിരിക്കുമെന്നോ എന്ത് വേണമെങ്കിലും പറയായിരുന്നു. പക്ഷെ അവൻ എന്താ ചെയ്തതെന്നറിയോ? അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ പന്ത് കളിച്ചപ്പോൾ അറിയാതെ മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസിൽ തട്ടി അത് താഴെ വീണ് പൊട്ടിപ്പോയി. സോറി അമ്മേ, ഞാൻ അറിയാതെ ചെയ്തതാ. ഇത് കേട്ട് അമ്മയ്ക്ക് അവനോട് ദേഷ്യമല്ല തോന്നിയത്. മറിച്ച് തന്റെ മകൻ തെറ്റ് ചെയ്താലും അത് തന്നോട് വന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിച്ചല്ലോ എന്നോർത്തപ്പോൾ ആ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഇതുപോലെ നമ്മളും തെറ്റ് ചെയ്താൽ തുറന്ന് സമ്മതിക്കണം. നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ പറയുന്നതിലും നമ്മള് സത്യസന്ധരായിരിക്കണം. അതുപോലെ സത്യസന്ധനായ മരം വെട്ടുകാരന് തന്റെ സ്വന്തം കോടാലിയോടൊപ്പം ഒരു സ്വർണ്ണ കോടാലിയും ഒരു വെള്ളി കോടാലിയും സമ്മാനമായി ലഭിച്ച കഥ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളും സത്യസന്ധരായിരിക്കണം. ഇനി ഈ സത്യസന്ധത നമുക്ക് എങ്ങനെ പാലിക്കാം? നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പക്ഷേ തെറ്റ് പറ്റിയാലും അത് തുറന്ന് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ മേൽ അവനാ ചെയ്തത്, ഞാനല്ല എന്ന് പറയാനോ എനിക്കറിയില്ല എന്ന് കള്ളം പറയാനോ പോകാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാൻ, അത് മാതാപിതാക്കളോടായാലും അധ്യാപകരോടായാലും നമ്മൾ തയ്യാറാകണം. അതുപോലെ നമുക്ക് അർഹതയില്ലാത്ത, നമ്മുടേതല്ലാത്ത ഒരു സാധനം വഴിയിൽ നിന്നോ നമ്മുടെ ക്ലാസ്സിൽ നിന്നോ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് അധ്യാപകരെയോ അതിന്റെ ഉടമസ്ഥരെയോ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നുണ പറയുന്നത് ഒരു ശീലമാക്കാതെ സത്യം പറയുന്നത് ചെറുപ്പം മുതലേ ഒരു ശീലമാക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ശീലിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് സത്യം പറയുന്നത് ചെറുപ്പം മുതലേ നമ്മൾ ഒരു ശീലമാക്കണം. സത്യം പറയുന്നവരെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മളും എപ്പോഴും സത്യം മാത്രം പറയണം. മഹാനായ സോക്രട്ടീസ് പറഞ്ഞതുപോലെ സത്യസന്ധത എന്ന ഗുണത്തേക്കാൾ വലിയ ഒരു സമ്പത്തില്ല എന്ന ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. സത്യസന്ധത എന്ന വിത്തിൽ നിന്നാണ് വിജയം എന്ന ഫലം നമുക്ക് ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളും സത്യസന്ധതയുള്ള മിടുക്കന്മാരും മിടുക്കികളുമായി വളരില്ലേ? നമുക്ക് വീണ്ടും കാണാം.